കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ വളാഞ്ചേരി എസ്ഐക്കും സിഐക്കുമെതിരെ കേസെടുത്ത പോലീസ്. സിഐ സുനിൽദാസ്, എസ്ഐ ബിന്ദുലാൽ എന്നിവരുടെ സഹായിയായ അസീനാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ പോലീസ് തന്നെ കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. വളാഞ്ചേരി എസ്ഐക്കും സിഐക്കുമെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വളാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം ഈ പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരുന്നു. ഇത് കൊണ്ടുവന്ന മുത്തൂർ സ്വദേശി നിസാറിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സിഐ സുനിൽ ദാസ്, അതുപോലെ തന്നെ എസ്ഐ ബിന്ദുലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഈ നിസാറിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ നിസാറിന് റിമാൻഡ് ചെയ്യുമെന്നും ഈ പാറമടയുടെ ഉടമകളെ പ്രതിയാക്കുമെന്നും ഈ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. പകരം പണം നൽകിയാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി നൽകാമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി മുന്നോട്ട് വെച്ചു. തുടർന്ന് ഈ നിസാർ മുഖേനയാണ് ഭൂവുടമകളിൽ നിന്ന് ഈ 3 പേരും, ഈ പ്രതികളാക്കപ്പെട്ട സിഐ സുനിൽദാസ്, അതുപോലെ തന്നെ എസ്ഐ ബിന്ദുലാൽ, ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവർ ചേർന്ന് പണം തട്ടിയത്. ഏതാണ്ട് 22 ലക്ഷം രൂപയാണ് ഈ പാറമട ഉടമകളിൽ നിന്ന് ഈ പോലീസുകാർ തട്ടിയെടുത്തതെന്നാണ് FIR-ൽ പറയുന്നത്. അതിൽ ഇങ്ങനെയാണ്: എസ്ഐ 10 ലക്ഷം രൂപയും സിഐ സുനിൽദാസ് 8 ലക്ഷവും 3-ാം പ്രതിയായ അസൈനാർ 4 ലക്ഷം രൂപയും തട്ടിയെടുത്തു എന്ന് FIR-ൽ പറയുന്നു. ഏതായാലും ഈ പ്രതികൾ നിലവിൽ ഒളിവിലാണ്. ഇവർക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 3 പേർക്കുമെതിരെ, സിഐ സുനിൽദാസ്, എസ്ഐ ബിന്ദുലാൽ, അതുപോലെ തന്നെ ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവർക്കെതിരെ ഇപ്പോൾ കേസെടുത്ത FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ പ്രതികൾ നിലവിൽ ഒളിവിലാണ്. വ്യക്തമാണ്. കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ 3 പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നിലവിൽ പ്രതികൾ ഒളിവിലാണ്.